ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം 1 മണി കഴിഞ്ഞ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊന്ന് ഒരു വിശപ്പ് വന്ന് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറിയപ്പം വിശക്കുന്നു. അപ്പം ചോറില്ല, ഒന്നുമില്ല. ചോറ് അരി അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. കുറേ ദിവസമായി ഓവർജിൻ ഓവർജിൻ എന്ന് പറയും. പിന്നെ അതോ ബ്രിഞ്ചാൾ, നമ്മുടെ കത്രിക്ക, അതാണ് കത്രിക്ക എന്നല്ലേ, അത് വഴുതനങ്ങയോ അങ്ങനെയൊക്കെ പറയത്തില്ലേ ആ സാധനം. അത് കുറേ ദിവസമായി, അത് കേടാകാനും തുടങ്ങി. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് പെട്ടെന്ന് അതൊന്ന് മെഴുക്കുവരട്ടി വെച്ചേക്കാം. അപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തൊക്കെ ഇടാം. അപ്പം പിന്നെ അതിനൊക്കെ മുമ്പേ ഞാൻ ആരോടും സ്വാഗതം പറഞ്ഞില്ലല്ലോ അല്ലേ. കേടാകാൻ തുടങ്ങി. അപ്പം കുറേ ദിവസമായി ഞാനത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് മേടിച്ച് വെച്ചതാണ്. പക്ഷേ അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഇന്ന് അതങ്ങ് മെഴുക്കുവരട്ടി വെച്ചേക്കാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്വാഗതം പറഞ്ഞില്ലല്ലേ. അപ്പം സുകുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കയറി വീഡിയോ കാണണം. ഇപ്പോൾ എനിക്ക് കുറേ നല്ല സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്. എൻ്റെ പാട്ടുകളൊക്കെ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഒക്കെയുണ്ട്. പിന്നെ വേറെന്താ, വീഡിയോസൊക്കെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഓരോന്നാണെങ്കിലും വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അപ്പം ഇനിയും പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലൊരു സ്വപ്നം കാണും. സ്വപ്നമല്ല, മനസ്സിലിങ്ങനെ ഓർക്കും. കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുന്നതും 1000-ന് മേളിലൊക്കെ ആകുന്നതും പിന്നെ അറിയാമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം സ്വപ്നം കാണുമല്ല, ഇമാജിൻ ചെയ്യും. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നതും 10,000, 5,000 ഒക്കെ ആകുന്നതും അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ കളർ മാറില്ലേ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക്, ഞാൻ തീയൊക്കെ ഓൺ ചെയ്തോ? എന്താണ്? ഇല്ല. അപ്പോൾ നമുക്ക് അത് പെട്ടെന്നൊന്ന് അരിഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഇതും വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണേ. പക്ഷെ ഒന്നും സമയം കിട്ടിയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പൊട്ടറ്റോ വേണം. അപ്പോൾ അത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇതിനകത്ത് ഇടാം അല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ അതൊക്കെ ചേർത്താൽ, എല്ലാം കഴിക്കുന്ന സാധനം തന്നെയല്ലേ അല്ലേ. പിന്നെ അപ്പം സുകുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ പാട്ടുകളൊക്കെ കേൾക്കണം. അപ്പം നിങ്ങളൊക്കെ എൻ്റെ പാട്ടുകളൊക്കെ കണ്ട് എന്നെ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ എനിക്ക് വലിയൊരു പാട്ടുകാരി ചിത്രയെ പോലെയും സുജാതയെ പോലെയും പിന്നെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ, അവരെയൊക്കെ പോലെ എനിക്കും വലിയൊരു പാട്ടുകാരിയാകാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഭാവിയിലെ വലിയൊരു പാട്ടുകാരിയെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ വേറെന്താ, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്കിന്ന് ഓവർജിൻ മെഴുക്കുവരട്ടി. അപ്പോൾ അതുകൊണ്ട് കിടക്കട്ടെ.
നമുക്ക് പൊട്ടറ്റോയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അല്ലേ. ഈ പൊട്ടറ്റോയുടെ തൊലി കളയില്ല, നിങ്ങൾക്കറിയാമോ അത്? പക്ഷേ അത് കേടുപോലെ തോന്നിക്കുന്നിടമൊക്കെ ഒന്ന് കളയാം. അത് നല്ല വൈറ്റമിനൊക്കെ ഉള്ള പ്രോട്ടീനും ഒക്കെ ഉള്ളൊരു സാധനമാണ് ഇതിൻ്റെ തൊലി. പിന്നെ ഈ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടാകത്തില്ല ഈ തൊലിയോടുകൂടി ഇത് കറി വെച്ചാൽ, ഈ തൊലിയോടുകൂടി കഴിച്ചാൽ കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാനല്ല സാമ്പാറിനകത്ത് ഇടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കറികൾ മെഴുക്കുവരട്ടി വെക്കുമ്പോഴോ ഒന്നും ഞാനിതിൻ്റെ തൊലി കളയാറില്ല. പിന്നെ ആ കേട് വല്ലതും ഉണ്ടായെന്ന് നമുക്ക് തോന്നുന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിനെയും അത് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ടാൽ മതി, കാരണം ഇത് വെന്തിരിക്കുന്നതാണല്ലോ. അപ്പം പുതിയൊരു മെഴുക്ക് പുരട്ടി നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം പിന്നെ എന്തൊക്കെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ നാട്ടിലിപ്പം? ഇപ്പം മഴ എല്ലാവർക്കും വേണ്ട അല്ലേ? ആർക്കും മഴ വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് മഴ വേണം, ആവശ്യത്തിന് ചൂട് വേണം അല്ലേ? അധികമായാൽ അമൃതും വിഷമാണ്. അപ്പം ഓക്കേ, അപ്പോൾ 2 പച്ചമുളകും കൂടെ ഇങ്ങനെ അരിഞ്ഞ് അങ്ങോട്ട് ഇടുക. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ ഇതൊക്കെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം അല്ലേ. പിന്നെ അപ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ചോദിച്ചു എനിക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ക്യാൻസറിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ കഷ്ടം ഒന്ന് കാണേണ്ടതിനെ അല്ലേ. നമ്മളൊക്കെ എന്ത് അഹങ്കാരത്തിലാണ് നടക്കുന്നതല്ലേ. ആളുകൾക്കൊക്കെ എന്തൊരു അഹങ്കാരമാണ്. അവർ നല്ല ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കണം, നമ്മുടെ അഹങ്കാരമൊക്കെ താനെ ഇല്ലാതാവും. അതുപോലെ ഓരോരുത്തരും. പക്ഷേ ഇവിടെ ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ കൊണ്ടായിരിക്കും ഒരു വേദനയായിട്ട് കടന്ന് കഴിയുന്നാലും ചിലരുണ്ട് കേട്ടോ. നമ്മളുടെ ഇവിടുത്തെ ഈ ഇംഗ്ലീഷുകാരല്ലാത്ത ആൾക്കാർ നമ്മുടെ കേരളം, ഞാൻ ആകെ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാനൊരു മലയാളിയെയാണ് കാണുന്നത്. ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റായിട്ട് ഒരു മലയാളിയാണ് ഇവിടെ ഞങ്ങളുടെ വാർഡിൽ കേട്ടോ. വേറെയൊക്കെ കാണുമായിരിക്കും, അറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു കൊല്ലംകാരിയാണെന്ന് തോന്നുന്നു. അതെ, കൊല്ലത്തുള്ളവർ. എന്താ പറയുക, അയ്യോ അതുപോലെ ദിവസം ബ്ലഡ് ക്യാൻസറിൻ്റെ വാർഡിലാണ് ഞാൻ. ആളുകളെ കണ്ടാൽ നമ്മൾ സഹിക്കത്തില്ല. പക്ഷേ അവരോട് ചോദിക്കുമ്പം അവർ ഓക്കെയാണ്, ഗുഡാണ്, ഹാപ്പിയാണ്, ഇതൊക്കെ അവർ പറയുന്നത്. പക്ഷേ ചിലരെ കൊണ്ട് താങ്ങാൻ പറ്റാത്തവർ, പൊതുവെ ഇംഗ്ലീഷുകാരങ്ങനെ ഒന്നും കരയില്ല, അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല. പിന്നെ എപ്പോഴും ഉണ്ട് ഓരോരോ മരണങ്ങളും കാര്യങ്ങളും ഒക്കെ, എല്ലാ ദിവസവും ഉണ്ട്. നമ്മൾ ഇന്ന് കണ്ടിട്ട് പോരുന്നവർ നാളെ ചിലപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുമായിരിക്കും. ചിലപ്പം അവർ വർത്തമാനം പറഞ്ഞ് ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം ചെല്ലുമ്പോഴേക്കും അവർ മരിച്ച്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട്, ചിലർ നമ്മളോട് കുറേ നേരം വർത്തമാനം പറയുകയും ചിലരങ്ങനെ കിടക്കും. പിന്നെ ആ വർത്തമാനം അപ്പം പറയുന്ന ഭയങ്കര പെയിനാണ്, ഒത്തിരി മെഡിക്കേഷനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിക്കും. അപ്പം ഞാൻ പറയും പെട്ടെന്ന് ഭേദമാകും, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ്. ഈ അറബികളൊക്കെ വന്നിട്ട് ഭയങ്കര കരച്ചിൽ കരയും കേട്ടോ.
അറബികളൊക്കെ അറബി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ കറമ്പുകളും ഒക്കെ ആരെങ്കിലും മരിച്ചാലൊക്കെ ഇംഗ്ലീഷുകാർ ആരെങ്കിലും മരിച്ചാലൊന്നും കരയത്തേ ഇല്ല. അവർക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല, അത് അവരുടെ ഒരു കൾച്ചർ അങ്ങനെയൊക്കെയാണ്. ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതല്ലേ. അല്ല, എന്നാലും ഓരോ ദിവസം കാണുന്നത് ഞാൻ പറയാം, നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നു, നമ്മളൊക്കെ എന്തോ അറിയുന്നു, നമുക്കൊക്കെ ദൈവം ഇങ്ങനെയൊക്കെ നമ്മളെ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ അല്ലേ. എന്നിട്ടും ആളുകളൊക്കെ എന്താ പറയാ. അപ്പം അതൊക്കെ പോട്ടെ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി, ഞാൻ കുറച്ച് എണ്ണ അതിലൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ കുറച്ച് കടുകിടാം. കടുകൊന്നും ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. കടുകിട്ടു. പിന്നെ നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിട്ടില്ലേ, പച്ചമുളകും സവാളയും അതും കൂടെ അങ്ങോട്ടിടാം. ഈ ചട്ടി പെട്ടെന്ന് ചൂടാകുന്ന ചട്ടിയാണ്. തീ കുറച്ച് വെച്ചിട്ട് എന്നിട്ടും അപ്പം ഇപ്പോൾ നമുക്കൊരു തവി എടുക്കട്ടെ, ഒരു ഇളക്കുന്നൊരു സൂത്രം എടുക്കട്ടെ. അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഒരു രസമുണ്ടായി. ഇന്നലെ ഞാൻ ചെറുതായിട്ട് ഒന്ന് ലൈവിൽ വന്നപ്പോൾ എൻ്റെ മോൻ്റെ കൊച്ചായിരുന്നു അവിടെ കിടന്നുകൊണ്ട് കുച്ചുമ്മേന്ന് കിടന്ന് വിളിക്കുക. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ പറയുന്നത് മാത്രമല്ലേ കേൾക്കുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ നമ്മളത് കാണുമെന്നല്ലാതെ നമ്മൾ കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം കൊച്ചവിടെ കിടന്ന് കുച്ചുമ്മേ എന്നെ കുച്ചുമ്മേന്നാണ് വിളിക്കുന്നത്. അച്ഛമ്മ പറഞ്ഞ് കുറേ നാളായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് അച്ഛമ്മ പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം കൊച്ച് അച്ഛമ്മേന്ന് പറഞ്ഞില്ല, കുച്ചുമ്മ അങ്ങനെയാണ് പറഞ്ഞു പഠിച്ചത്. പിന്നെ ഞാനും പറഞ്ഞു, എന്നാൽ ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനി അത് തിരുത്താനും പോകണ്ട, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കുച്ചുമ്മേന്ന്. അപ്പം ഈ ലൈവിൽ എന്നെ കിടന്ന് വിളിക്കുക കുച്ചുമ്മേന്ന്. ഈ കുച്ചുമ്മയൊന്നും കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ അവിടെ കിടന്നുകൊണ്ട് പറയുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ലൈവ് കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഞാൻ ഫോണിൽ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചും എന്നോട് ചോദിച്ചു, ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് അലറി, ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു, ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ലൈവിൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അയ്യോ ചുമക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒന്ന് തുറന്നു തീർത്താൻ. അപ്പോൾ സവാള ഒക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞളും കൂടി ഇടാം, മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ ഇനി ഞാൻ പാട്ടൊന്നും പാടുന്നില്ല കേട്ടോ, നോക്കട്ടെ പാടാതിരിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. കാരണം പാട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്ന പാട്ട് അപ്പോൾ അങ്ങ് പാടിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് ഇനി ബ്രിഞ്ചാൾ ഇടാം. ഇനി നമുക്ക് പെട്ടെന്ന് വേറെ ഒരു കറിയും കൂടെ വെക്കണം കേട്ടോ, അത് ഞാൻ കാണിക്കാവേ.
ഇട്ടു. ഇനി അത് ഒന്ന് മൂടി വെക്കാം നമുക്ക്. ഇച്ചിരി നേരം അതൊന്ന് മൂടിയിരിക്കട്ടെ. അപ്പോൾ ഇച്ചിരി നേരം അതൊന്ന് മൂടിയിരിക്കട്ടെ. ഇത് പെട്ടെന്ന് വേവുമല്ലോ. എന്നാലും നമുക്ക് മറ്റേ ടൊമാറ്റോയും കൂടെ പൊട്ടറ്റോയും കൂടെ ഇടാം. മെഴുക്കുവരട്ടിക്കകത്തിരിക്കാൻ ഇടാനുള്ള പൊട്ടറ്റോ ഇവിടെ ഇരിപ്പുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വിശന്ന് ഞാൻ ചത്തുപോകും. അതുകൊണ്ട് ഒരു 2 ചെറിയ ഉള്ളി, 2-3 ചെറിയ ഉള്ളി, പിന്നെ അത് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇഞ്ചി കട്ട് ചെയ്തു. ചെറിയ ഉള്ളിയും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇവിടോട്ടൊക്കെ ഇടാം, എളുപ്പം. അത് കഴിയുമ്പം പിന്നെ ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് എടുത്ത് പിടിച്ച് അതിന് പാത്രങ്ങളൊക്കെ എടുത്ത് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് അത് കഴിയുമ്പം പിന്നെ ഞാനിത് ക്ലീൻ ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പം 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഉണങ്ങി കറിവേപ്പില ഇരിപ്പുണ്ട്, അത് ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പം ഇത്രയും സാധനമുണ്ട്. അപ്പം പിന്നെ നമുക്ക് തക്കാളി കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു 2 തക്കാളി എടുത്താൽ മതി അല്ലേ? ഒരു 2 തക്കാളി എടുക്കും. അയ്യോ, കേടായി തുടങ്ങി. ഇത് കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. പക്ഷേ തക്കാളിയുടെ ഉപയോഗമൊന്നും അത്ര വലിയ കുക്കിങ്ങൊന്നും ഇല്ലാത്തത് കാരണം അതുകൊണ്ടിരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് തക്കാളി ഇങ്ങനെ ഒരു 2-3 കഷ്ണമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കാണാമായിരിക്കും അല്ലേ? കാണാമെന്ന് വിശ്വസിക്കുന്നു. പാനെടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. തക്കാളി മോരുകറി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തക്കാളി മോരുകറി, തക്കാളി ഇട്ടും മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാണ് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ. അപ്പോൾ ഇനി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ അടുപ്പേ വെച്ചായിരുന്നു. എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചായിരുന്നു പാനിട്ടിട്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്.
എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ ഈ കടുവ് പൊട്ടാൻ താമസമല്ലേ, അതുകൊണ്ട് ഞാൻ നേരത്തെ അതങ്ങ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പം കടുക് ഇട്ടു. എന്താ എന്നിട്ടും പൊട്ടുന്നില്ല, കൊള്ളാമല്ലോ. അപ്പം ഞാൻ തവി എടുക്കട്ടെ. ഈ തവി എടുക്കാം. അത് തിളച്ച പോലെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ച് അത് ഇപ്പോൾ കടുവ് പൊട്ടുമായിരിക്കുന്നു. കണ്ടോ, പെട്ടെന്ന് പൊട്ട്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ, അത് ഇത്രയും നേരം അടുപ്പ് വെച്ചിട്ട് ഞാൻ, അടുപ്പൊക്കെ ഓണാണല്ലോ അല്ലേ. അപ്പോൾ പെട്ടെന്ന് പൊട്ടുമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കടുവും ഒക്കെ പൊട്ടിയെന്ന് വിചാരിക്കുക കേട്ടോ, പൊട്ടിയെന്ന് സങ്കല്പിക്കുക. നമ്മുടെ മെഴുക്ക് വരട്ടി, നമ്മുടെ എന്താ കത്രിക്കയല്ല വഴുതനങ്ങ, ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി അതൊക്കെ വെന്തിട്ടുണ്ടേ, അത് വെന്തു. ഇനി നമുക്ക് പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അത് വെന്ത് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ അതും കൂടെ കിടന്ന് ഇങ്ങനെ ഒന്ന് മിക്സായിട്ട് ഫ്രിഡ്ജിലിരുന്നല്ലേ. നമ്മൾ വിചാരിച്ചാൽ എന്തൊക്കെ കറി വെക്കാൻ പാടില്ലാത്തല്ലേ. ഓരോരോ ഐഡിയകൾ എനിക്ക് അന്നേരം തോന്നും, അല്ലാതെ ഇത് ഞാൻ മുൻകൂട്ടിയൊന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അന്നേരം തോന്നുന്നത് എന്താ ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കും, അങ്ങനെ ചെയ്യും. പിന്നെ നമുക്കൊന്നുകൂടെ മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി കേട്ടോ, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. മോരുകറിയല്ലേ, അപ്പോൾ 5-6 ഉലുവയും കൂടെ നല്ലതാണ്. ഉലുവയൊക്കെ പൊട്ടാൻ തുടങ്ങി, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉലുവയൊക്കെ മൂത്ത് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കണം. ഈ വറ്റൽമുളക് ഉണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വറ്റൽമുളക് കറിക്കകത്തൊക്കെ ഇങ്ങനെ വറുത്തിടുന്നത്. അപ്പോൾ അതും കൂടെ വറുത്തിട്ടിട്ട് അതെടുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇതൊക്കെ ഇപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ എല്ലാവരും സാധാരണ ചെയ്യുന്നതല്ലേ ഈ കടുക് വറുക്കുന്നതൊക്കെ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒരുമാതിരി ഒരു കളറ് ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അറിയാമല്ലോ. പച്ചമുളക് അതെല്ലാം ആയി വന്നിട്ടുണ്ട്. നമ്മുടെ വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് തക്കാളി, നമ്മുടെ തക്കാളി എന്താണ് തക്കാളി മോരുകറിയാണല്ലോ, ഇതൊക്കെ പെട്ടെന്ന് പറയുമ്പോഴത്തേന് തെറ്റിപ്പോകും. അപ്പം നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടു. തക്കാളിയും കൂടെ ഇട്ടു. തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് എളുപ്പമൊന്നുമില്ല, തേങ്ങയൊന്നും അരച്ച് എടുക്കാനുള്ള സമയമില്ല. അഥവാ ഇനി തേങ്ങ ഇട്ട് മോരുകറി വെക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇച്ചിരി തേങ്ങയും ജീരകവും കൂടെ അരച്ചാൽ മതി. നമ്മുടെ തക്കാളിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാമേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം.
ഇപ്പം ഞാനിപ്പോൾ എന്തോ സമയമായി എനിക്ക് വിശക്കുന്നെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് വന്ന് ചോറിട്ടു. പിന്നെ പെട്ടെന്ന് മെഴുക്കുവരട്ടി വെച്ചു. പെട്ടെന്ന് നമ്മുടെ എന്താ തക്കാളി മോര് കറി റെഡിയാകും. ഇതൊക്കെ ഒന്ന് വഴന്ന് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം മതി. പിന്നെ തേങ്ങ ഒന്നും അരക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ തേങ്ങ വേണമെന്ന് നിർബന്ധമുള്ളൂ. തേങ്ങ അരച്ച് മോര് കറി വെക്കുന്നവർക്ക് തേങ്ങയിൽ ഇച്ചിരി ജീരകം കൂടെ അരച്ചിട്ടാണേലും വെക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. ഉപ്പ് നോക്കട്ടെ. ഇവിടെ ഉപ്പൊക്കെ ഉണ്ട്. എന്നാലും പൊട്ടറ്റോയും കൂടെ ഇട്ടപ്പോൾ ഒരു തുള്ളിയും കൂടെ ഉപ്പൊന്നും അധികമൊന്നും കഴിക്കണ്ട നിങ്ങളാരും കേട്ടോ. പ്രഷറും ഒക്കെ ഉള്ളതാണ്. ആർക്കും നിങ്ങൾക്കല്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അധികം ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒത്തിരി തക്കാളി അങ്ങ് ഒത്തിരി വെന്ത് ഉടയുമൊന്നും വേണ്ട കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കുറച്ച് കഷ്ണമായിട്ടൊക്കെ അങ്ങ് കിടന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അയ്യോ, അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാവേ. കണ്ടോ ഉണ്ടോ തക്കാളിയൊക്കെ വെന്തു. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. കണ്ടല്ലോ, ഇതാ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്, പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മുളക് പൊടി, അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീയൊക്കെ കുറച്ച്, ഓൾറെഡി ഞാൻ കുറച്ച് വെച്ചിരിക്കുക. ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ. ഇനി നമ്മുടെ മോരൊഴിച്ചു കൊടുക്കാം. ഫാറ്റൊന്നും ഇല്ലാത്ത യോഗട്ടാണ്. നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന്, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടൊന്ന് ഒറ്റ ഒരു അടി അടിച്ചാൽ മതി. ഇനി അതൊക്കെ എടുക്കണം, പിന്നെ ജാറ് കഴുകി വെക്കണം, എല്ലാം മടിയാണ്. ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരിച്ചിരി വെള്ളം കൂടെ ഒന്ന് കുഴിക്കാവേ. ഭയങ്കരമായിട്ട് കട്ടയായിട്ടിരിക്കുന്ന തൈരല്ലേ, അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് പെട്ടെന്നാണ് ഒരു കറി അല്ലേ. ഇതൊക്കെ ധാരാളം മതിയല്ലേ ചോറിനെ. അപ്പോൾ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കണ്ട, തൈര് ഒഴിച്ചിട്ട് ഇനി ഒന്ന് ചൂടായാൽ മതി. ഉപ്പൊക്കെ എന്നിട്ട് നോക്കാം നമുക്ക്. തിളയ്ക്കണ്ട. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് അടുപ്പൊക്കെ ഓഫാക്കി കേട്ടോ.
കൂടെ ഒഴിക്കാമേ. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് പോയെങ്കിൽ കൊള്ളല്ല. എത്ര നീട്ടി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് കുറുകും. ഇവിടുത്തെ തൈര് അങ്ങനെ നല്ല സൂപ്പർ തൈരാണ്. ഓക്കെ, ഇനി നമുക്ക് ഉപ്പ് നോക്കണ്ടേ? ഉപ്പില്ല. ഞാൻ ആ സവാള ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടതല്ലേ ഉള്ളൂ. ഈ മോരുകറിക്കൊക്കെ പിന്നെ ഉപ്പ് കൂടിപ്പോകുന്നുള്ളൊരു പേടി വേണ്ട. സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളാരും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. തക്കാളി മോരുകറി ഞാൻ കാണിക്കാവേ. നമ്മുടെ തക്കാളി മോരുകറി റെഡി. ഇത് ഓറഞ്ച് കളറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കേട്ടോ, പക്ഷേ മഞ്ഞ കളറാണേ. കണ്ടോ കണ്ടോ, ആ മുളകൊക്കെ വറുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി കാണണ്ടേ? വേണ്ടേ? കണ്ടോ, എങ്ങനെയുണ്ട്? അപ്പോൾ പെട്ടെന്ന് ഒന്ന് കറി വെച്ച് ചോറ് ഉണ്ണാൻ തോന്നിയാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും. കണ്ടോ, സൂപ്പർ മുരുകറിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തക്കാളി മോരുകറി ഒന്ന് വെച്ച് നോക്കുക. നല്ല സൂപ്പറാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ലതാണ്. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ല സൂപ്പറാണ്. എന്നിട്ട് ചോറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഈ വറ്റൽമുളകൊക്കെ അങ്ങോട്ട് കടിച്ച് അല്ലെങ്കിൽ ചോറിനകത്തിട്ട് അങ്ങോട്ട് ഇളക്കി ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ ഈ മെഴുക്കുവരട്ടി നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നോൺ വെജിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെയാണ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞ എൻ്റെ അമ്മച്ചി ഇങ്ങനെ പണ്ടൊക്കെ നമുക്ക് അധികം ഒന്നും അങ്ങനെ ഇല്ലാത്ത കാലത്ത് അമ്മച്ചിയൊക്കെ അങ്ങനെ സാമ്പാറൊക്കെ വെക്കുമായിരുന്നു. ചുമ്മാ എന്തെങ്കിലും ഒരു കഷ്ണമൊക്കെ ഇട്ട് തല്ലിക്കൂട്ടിയൊരു സാമ്പാർ. അന്നൊക്കെ ഈ സാമ്പാർ പൊടിയൊന്നും ഇല്ല. സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്ത കാലത്ത് ഈ മുളക് ഒക്കെ ഇടിച്ചിട്ട്, മുളകും മല്ലിയും എല്ലാം കൂടെ ഇടിച്ചിട്ട് അങ്ങനെ ഉരലിനകത്തിട്ട് ഇടിച്ചോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ സാമ്പാർ വെക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്രാവശ്യം വരുമ്പോൾ അമ്മച്ചിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ, എന്നാലും ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ സാമ്പാർ എനിക്ക് വെച്ച് തരണം ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞ്. അതുപോലെ ഓരോരോ കറികളൊക്കെ ഓരോ രുചികൾ നമ്മുടെ നാവിൻ തുമ്പത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നി ചിലപ്പോഴൊക്കെ അമ്മമാർ വെക്കുന്നതും ഒക്കെ. എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ മോനും ഇപ്പോൾ സാമ്പാർ ഇഷ്ടമാണ്. അപ്പോൾ അയ്യോ, ടിഷ്യൂ എല്ലാം അപ്പുറത്താണല്ലോ, മൂക്കെല്ലാം ചുമച്ച്. അപ്പോൾ പിന്നെ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാനിന്ന് പാട്ടൊന്നും പാടുന്നില്ല. പാട്ടൊക്കെ പാടാൻ തോന്നിയാൽ ചിലപ്പം പാട്ട് പാടി ഷോർട്സൊക്കെ ഇടും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
എല്ലാവർക്കും അപ്പം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവരുടെയും ഇന്നത്തെ ദിവസം നന്നാവട്ടെ, നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ.